ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സ്വീപ്പർ തസ്തികയിൽ ജീവനക്കാരെ നിയമിച്ചതിലുള്ള കോഴ ആരോപണത്തിൽ ഉറച്ച സിപിഐഎം ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിയും കോഴ വിവാദത്തിൽ ചെയർപേഴ്സന്റെ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ലെന്നും ലോക്കൽ സെക്രട്ടറി വി സി രാമചന്ദ്രൻ പറഞ്ഞു. സർക്കാർ തലത്തിൽ അന്വേഷണം ആവശ്യപ്പെടും. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകുമെന്നും വി സി രാമചന്ദ്രൻ പറഞ്ഞു. പ്രക്ഷോഭ പരിപാടികൾക്കും രൂപം നൽകും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഏരിയ സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും വിശദീകരണവുമായി രംഗത്ത് വന്നു. വരും ദിവസങ്ങളിൽ കോഴ വിവാദം കൂടുതൽ പരാമർശങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഇതോടെ വ്യക്തമാകുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ അടുത്ത ദിവസം നടന്ന സ്വീപ്പർ നിയമനത്തിൽ കോഴ വാങ്ങിയത് സംബന്ധിച്ച് പ്രമുഖ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നല്ലോ. അത് സംബന്ധിച്ച് മുനിസിപ്പൽ ചെയർമാൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. അവിടെ 6 പേരുടെ നിയമനത്തിന് 6 പേരോടും കാശ് വാങ്ങിയെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുനിസിപ്പൽ ചെയർമാൻ പറയുന്നത് ഒരാൾ കാശില്ലാതെ അല്ല രാജിവെച്ച് പോയത്, അയാൾക്ക് അലർജി ആയിട്ടാണെന്നാണ്. അലർജിയുള്ള ആൾ മുനിസിപ്പൽ ഈ പറയുന്ന സ്വീപ്പർ നിയമനത്തിന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരില്ലല്ലോ. അയാൾക്കറിയാലോ ഇത് അലർജിയുള്ള പണിയാണ്. അപ്പോൾ അയാൾക്ക് ജോലി വേണം എന്ന ആഗ്രഹത്താലാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ജോലി ഉപേക്ഷിക്കാനിടയായ കാരണം ഈ പത്രങ്ങളിൽ പറഞ്ഞതുപോലുള്ള കോഴ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ ഭരണസമിതിയും ചെയർമാനും നൽകിയിട്ടുള്ള വിശദീകരണം യുക്തിസഹമോ തൃപ്തികരവുമല്ല. അവരുടെയെല്ലാം ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലെന്തോ അഴിമതി ഗൗരവമായി നടന്നിട്ടുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് മുനിസിപ്പൽ ഭരണസമിതി ഈ നിയമനം റദ്ദ് ചെയ്യുകയും സർക്കാർ തലത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ഉചിതമായ അന്വേഷണങ്ങൾ ആരംഭിക്കണമെന്നുമാണ് CPM ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. അത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഞങ്ങൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ബഹുജനങ്ങളോട് ഈ മുനിസിപ്പൽ സമിതി സമാധാനം പറയണം. ഇതിനു മുമ്പും പല നിയമനങ്ങളും ഇവരോട് നടത്തിയിട്ടുണ്ട്. ഇത്തരം നിയമനങ്ങളിലെല്ലാം അഴിമതിയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൂടി നിയമത്തിന് ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഭരണസമിതി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം എന്ന് തന്നെയാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഭരണസമിതിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.